Value Learning. It's me, Sri Bhama SB. മക്കളെ നിങ്ങളുടെ എക്സാം ഒക്കെ അങ്ങനെ തകർത്ത് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഓരോരോ എക്സാമുകളായിട്ട് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ബേസിക് സയൻസിന് ഇനി അധിക ദിവസങ്ങളൊന്നുമില്ല. നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കേണ്ട ടൈമാണ് ഇപ്പൊ നിങ്ങൾക്കുള്ളത് അല്ലേ? അപ്പൊ മിസ് നിങ്ങളെ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസുകളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചെയ്തങ്ങ് പഠിക്കാം. റെഡി അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പറക്കുന്നതിനായി പക്ഷികൾക്കുള്ള ആനുകൂല്യങ്ങൾ എന്തെല്ലാമാണ്? അവർക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബെനിഫിറ്റുകൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസുകൾ എന്തെല്ലാമാണെന്നാണ് ചോദിക്കുന്നത്. എന്തൊക്കെയാണ് മക്കളെ അവർക്ക് പറക്കാൻ വേണ്ടി സഹായിക്കുന്നത്? ദ സ്പെഷ്യൽ ബോഡി ഷേപ്പ് ഓഫ് ദ ബേർഡ്. പക്ഷിയുടെ ശരീരത്തിന് പ്രത്യേകത ആകൃതിയുണ്ട്. നിങ്ങൾ കുറേ പക്ഷികളെ കാണാറില്ലേ? മൈന, കൊക്ക്, പ്രാവ്, മയില്, ഏത് കൺസിഡർ ചെയ്തോളൂ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റികൾ ഉണ്ട് അല്ലേ? അവരുടെ ശരീരത്തിൽ വ്യത്യാസങ്ങളുണ്ട്. സോ അതിന്റെ പ്രത്യേക ആകൃതി അതിനെ എന്ത് ചെയ്യുന്നുണ്ട്? എഫക്ട് ചെയ്യുന്നുണ്ട്. ദ ലാർജ് വിങ്സ്, വലിയ ചിറകുകൾ അവരെ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കാൻ സഹായിക്കുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ് ഓഫ് ദ ബോഡി, ബോഡിക്ക് കുറച്ച് വെയിറ്റ് കുറവാണെങ്കിൽ, അവർക്ക് കുറച്ച് ശരീരത്തിന് കുറച്ച് ഭാരക്കുറവാണെങ്കിൽ അതും പറക്കാൻ വേണ്ടി അവരെ സഹായിക്കുന്നതാണ്. ദെൻ സ്ട്രോങ് മസിൽസ് ആൻഡ് ദ ഹോളോ ബോൺസ് ടു മൂവ് ദ വിങ്സ്, ഓൾ ഓർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹെൽപ് ടു ബേർഡ്സ് ഫ്ലൈ. അവർക്ക് ഫ്ലൈ ചെയ്യാൻ വേണ്ടി ചിറകുകൾക്കൊക്കെ എന്താണ്? ചലിപ്പിക്കാൻ വേണ്ടി ശക്തമായ പേശികളും പൊള്ളയായിട്ടുള്ള അസ്ഥികളും ഉണ്ട്. ഇതെല്ലാം എന്തിനു സഹായിക്കുന്നു? അവരെ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്കുള്ള അഡാപ്റ്റേഷൻസ് ആണ്. അപ്പൊ നിങ്ങൾ ചെറിയ പക്ഷികളെ നിരീക്ഷിച്ച് നോക്കുക. അത് വെച്ചിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ അങ്ങ് അടിപൊളിയായി ചെയ്താ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനായിട്ട് പോകാം. ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്: പറക്കുന്ന സസ്തനിയാണ് ഡാഷ്. ഡാഷ് ഇസ് എ ഫ്ലൈങ് മാമൽ. ഏതാണ് മക്കളെ വരിക? വവ്വാലല്ലേ വരുന്നത്? ബാറ്റ് അല്ലേ വരുന്നത്? എന്താ ഈ മാമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സസ്തനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളാണ് അല്ലെ? സാധാരണ പക്ഷികളൊക്കെ എന്താണ്? പറന്ന് മുട്ടയിടുന്ന പക്ഷികളാണല്ലേ പറക്കുന്നവരൊക്കെ. പക്ഷേ നമ്മുടെ ബാറ്റ് കുറച്ച് വെറൈറ്റി ആണ്. ആളെന്താ വെച്ചാൽ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്നതായതുകൊണ്ട് ബാറ്റ്, വവ്വാലാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Haven't you seen the ficus tree sprouting on the top of some building? What features of the ficus fruit help the seed to reach there? ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആലിൻ തൈകൾ മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പൊ വിത്ത് വിതരണത്തിന്റെ ഫലമായി എന്ത് സവിശേഷതയായിരിക്കും ആ വിത്തിനെ അവിടെ എത്തിച്ചേർന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് സീഡ് ഡിസ്പേഴ്സ് ബൈ ആനിമൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറയുന്നത് അല്ലെ. എന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സീഡുകൾ കൊണ്ടിട്ട് ചെറിയ പക്ഷികളൊക്കെ അവിടെ ഇവിടെയും കൊണ്ട് ഇടുന്നുണ്ട്. അവർ ഫുഡ് കഴിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അവരെന്ത് ചെയ്യുന്ന ആ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനോടൊപ്പം അതിന്റെ സീഡുകൾ ചില സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോയി ഇടുന്നു. അപ്പൊ അതിൽ നിന്ന് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കുകയാണ് അല്ലെ. അതേപോലെ കാറ്റ് വഴി ഉണ്ട്, വിൻഡ് വഴി, കാറ്റ് വഴി, ഇതേപോലെ വാട്ടർ വഴി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട്, ഇങ്ങോട്ടേക്കൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. വിത്ത് വിതരണത്തിന്റെ അനുകൂലനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ. പ്രത്യേകതകൾ എന്തൊക്കെയാണ് മക്കളെ? എഡിബിൾ ഫ്ലഷി പാർട്ട്, ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മാംസള ഭാഗമായിരിക്കും. അപ്പൊ ഈ ഗ്വാവ, അതേപോലെ ഫിഗ് ഫ്രൂട്ട്, അത്തിപ്പഴം എന്നൊക്കെ പറയുന്നതൊക്കെ എങ്ങനെയാണ്? സീഡ് ഡിസ്പേഴ്സ് ചെയ്യുന്നതിലൂടെ ത്രൂ ഏത് വഴിയാണ്? ബേർഡ്സ് വഴി, ആനിമൽസ് വഴിയാണ് മെയിൻ ആയിട്ട് അത് ഡിസ്പേഴ്സ് ചെയ്യുന്നത്. സോ അതൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അത് അതേപോലെ ഒരുപാട് എന്തുണ്ട്? വിത്ത് വിതരണങ്ങൾക്ക് ഒരുപാട് ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ അതിന് ചില വിതരണ രീതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടാണ് ഗമ്മ, പശ വഴി ചെയ്യുന്നതുണ്ട്. ദെൻ പോയിന്റ് ടിപ്സ്, കൂർത്ത അഗ്രഭാഗങ്ങള്, ജന്തുക്കളുടെ ശരീരത്തിൽ പറ്റിപ്പിടിക്കാനുള്ള കൊളുത്തുകൾ. ചിലർക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ കൊളുത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നിന്റെ മേലിൽ കയറി നിൽക്കാൻ പറ്റും അല്ലെ. അപ്പൊ ഹുക്സ് ടു സ്റ്റിക്ക് ഓൺ ദ ബോഡീസ് ഓഫ് ആനിമൽസ് ഒക്കെ എന്താണ്? ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് സീഡുകൾക്കുള്ള സ്പെഷ്യാലിറ്റികളാണ്. അവരുടെ പശ എന്താ? പെട്ടെന്ന് നമ്മൾ ഒട്ടിപ്പിടിക്കില്ലേ? ഒരു പശ നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് ഒട്ടിപ്പിടിക്കില്ലേ? അതുപോലെ പെട്ടെന്ന് ജീവികൾ ഒട്ടിപ്പിടിക്കാനൊക്കെ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. പ്രകാശം സഞ്ചരിക്കുന്നത് എങ്ങനെയുള്ള പാതയിലാണ്? ഇൻ വാട്ട് പാത്ത് ഡസ് ലൈറ്റ് ട്രാവൽ? എങ്ങനെയാ ലൈറ്റ് ട്രാവൽ ചെയ്യുക? ഇങ്ങനെ വളഞ്ഞിട്ടാണോ? ഇങ്ങനെയാണോ പോവുക? അല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ ആയിട്ടല്ലേ മക്കളെ പോവുക? നേരേഖ അല്ലേ? നമ്മൾ എപ്പോഴും ഒരു ലൈറ്റ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ നമ്മളൊരു കാറിന്റെ ലൈറ്റ് ആയിക്കോട്ടെ, ടോർച്ചിന്റെ ലൈറ്റ് ആയിക്കോട്ടെ, വളഞ്ഞാണോ പോവുക? അല്ല, സ്ട്രെയിറ്റ് ആയിട്ടാണ് പോകുന്നത്. സോ നേരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: അർദ്ധധാര്യ വസ്തുവിന് ഒരു ഉദാഹരണം എഴുതുക. റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ട്രാൻസ്ലൂസന്റ് ഒബ്ജക്ട്. അർദ്ധധാര്യം പറഞ്ഞാൽ എന്താ? പകുതി ലൈറ്റിനെ കടത്തിവിടും, പകുതി കടത്തിവിടത്തില്ല അല്ലെ. എന്നാ ഫുള്ളായിട്ട് കടത്തിവിടോ? അതും ഇല്ല. ഒരു പകുതി ഹാഫ് ആണ് നമുക്ക് പറയാം. അതിനുള്ള എക്സാമ്പിൾ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഏത് വേണേലും എക്സാമ്പിൾ പറയാം. പക്ഷെ മിസ് ഇവിടെ വെക്കുന്ന എക്സാമ്പിൾ ഓയിൽഡ് പേപ്പർ ആണ്, അഥവാ എണ്ണ പുരട്ടിയിട്ടുള്ള കടലാസ് ആണ്. അതിലൂടെ നമുക്ക് ലൈറ്റ് അടിച്ച് നോക്കിയാൽ കുറച്ച് ലൈറ്റ് പോവും, കുറച്ച് ലൈറ്റ് പോവില്ല. അതുപോലെ വേറെ ഉണ്ട്, സുതാര്യ വസ്തുക്കളുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് എന്ന് പറയാൻ പറ്റും, നന്നായിട്ട് ലൈറ്റിനെ കടത്തിവിടുന്ന ആളുകളാണ് സുതാര്യ വസ്തുക്കൾ എന്ന് പറയുന്നത്, ട്രാൻസ്പെറന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്.
പിന്നെ ട്രാൻസ്ലൂസന്റ് ഇപ്പോൾ ഓൾറെഡി അർദ്ധധാരം നമ്മൾ പറഞ്ഞു. പിന്നെ തീരെ കടത്തിവിടാത്ത ആളുകളെയാണ് ഒപ്പാക്കുകൾ എന്ന് പറയുന്നത്. ഒപ്പാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? തീരെ നമ്മൾ ലൈറ്റിനെ കടത്തിവിടില്ല. അപ്പൊ അതെന്ത് ചെയ്യാൻ നിങ്ങളത് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. വാട്ട് കൈൻഡ് ഓഫ് തിങ്സ് മേക്ക് ഷാഡോസ്? ഏത് തരം വസ്തുക്കളാണ് നിഴൽ ഉണ്ടാക്കുന്നത് ചോദിക്കുന്നുണ്ട്. നിഴൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് മക്കളെ? എങ്ങനെയാന്ന് നമുക്ക് പറയാൻ പറ്റുക? നമ്മുടെ അടുത്ത് ലൈറ്റ് വരുമ്പോൾ നമ്മളത് തടഞ്ഞു നിർത്തുകയാണെങ്കിൽ അപ്പോഴാണ് അവിടെ നിഴൽ ഉണ്ടാവുക അല്ലേ? നമ്മൾ നിഴലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? നിങ്ങൾ ഇങ്ങനെ പറക്കുന്ന ചെറിയ ചെറിയ പക്ഷികളുടെ ഒക്കെ നിഴൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? അത് ഒപ്പാക്ക് ഒബ്ജക്ട്സ് അഥവാ അധാര്യ വസ്തുക്കൾ, തീരെ ലൈറ്റ് കടത്തിവിടാത്ത ആളുകളിലാണ് എന്ത് വരിക? ആ നിഴലുകൾ ഫോം ചെയ്യുക. അപ്പൊ നമ്മുടെ മേലൊക്കെ നിഴൽ വരാനുള്ള കാരണം എന്താ? നമ്മൾ ലൈറ്റിനെ കടത്തിവിടോ? ഇവിടുന്ന് ഒരു ലൈറ്റ് അടിച്ചാൽ മിസ്സിന്റെ അപ്പുറത്ത് കൂടെ ലൈറ്റ് പോവില്ല. സോ നമുക്ക് എന്ത് പറയാം? അത് ഒപ്പാക്ക് ഒബ്ജക്റ്റുകളാണ്, അധാര്യ വസ്തുക്കളാണെന്ന് പറയാൻ പറ്റും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. കാറ്റ് വഴി ഏതൊക്കെ സസ്യങ്ങളാണ്, എന്തൊക്കെയാണ് അനുകൂലനം? അതുപോലെ തെങ്ങിന്റെ, കാശിത്തുമ്പയുടെ ഒക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കാറ്റ് വഴി സിമ്പിൾ ആയിട്ട് നമുക്ക് ആലോചിച്ച് കിട്ടുന്ന ഒന്നാണ് അപ്പൂപ്പൻ താടി ഇല്ലേ? അപ്പൂപ്പൻ താടി ഇങ്ങനെ പറന്ന് പോകുന്ന കണ്ടിട്ടില്ലേ? അതെന്തിനു വേണ്ടിയിട്ടാ? വിത്തിന്റെ അനുകൂലനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ വിത്തിന് ഭയങ്കര ഭാരക്കുറവ്, പറക്കാൻ രോമം പോലെയുള്ള എന്തുണ്ട് ഭാഗങ്ങൾ ഉള്ളതുകൊണ്ടാണ് കാറ്റ് വഴി അപ്പൂപ്പൻ താടി വിത്തിനെ ഡിസ്പോസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ളത് ഇതാണ് ജലം വഴി ചെയ്യുന്നത്. അപ്പൊ തെങ്ങ് ചില സമയത്ത് തേങ്ങ ഇങ്ങനെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല മഴക്കാലമൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അത് എന്തിനാ? വെറുതെ ഒഴുകി വരാനോ അല്ല, അത് വിത്ത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാ, സീഡ് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അപ്പൊ അതിന്റെ അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? മധ്യകഞ്ചുകത്തിലെ നാരുകൾക്കിടയിലൂടെ വായുവറകൾ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലെ. അത് നിങ്ങൾ എന്ത് ചെയ്യാ? ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ കാശിത്തുമ്പ് എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? ഏകദേശം ആലോചിച്ച് നമുക്ക് കിട്ടുന്നില്ല. ഈ പൊട്ടിത്തെറിക്കുന്ന സാധനമല്ലേ കാശിത്തുമ്പ? ഡും 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 പൊട്ടിത്തെറിക്കുന്ന സാധനമാണല്ലേ. സോ അതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും, പൊട്ടുമ്പോൾ ദൂരത്തേക്ക് തെറിക്കും. ഇതിങ്ങനെ പെട്ടെന്ന് അങ്ങ് പൊട്ടുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും തെറിച്ച് അതിൽ നിന്ന് പുതിയ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുക. ദെൻ ജന്തുക്കൾ വഴിയുണ്ട്. നമ്മൾ അണ്ണാനും അതുപോലെ ഏത് ജന്തുക്കളായിക്കോട്ടെ അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കഴിച്ച സാധനം കൊണ്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിട്ട് ഇടുന്നുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആൽമരം, പ്ലാവ്, അതേപോലെ മാവ്, ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നമുക്ക് ജന്തുക്കൾ വഴിയാണ്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള മാംസല ഭാഗം അത് കഴിക്കും. നല്ല ഭാഗങ്ങൾ, എഡിബിൾ ആയിട്ടുള്ള ഭാഗം അവർ കഴിക്കും. സോ ട്രൂ എയർ പാപ്പസ് ആണ്. ആലോചിച്ച് വെക്കുക. ട്രൂ വിൻഡ് കോക്കനട്ട്, ട്രൂ ബേർസ്റ്റിംഗ് ബാൽസാം, ആൻഡ് ദെൻ ട്രൂ ആനിമൽസ് ജാക്ക് ഫ്രൂട്ട് ട്രീ ആണെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. ആൻഡ് നോക്കിക്കോളൂ, അടുത്തത് എന്താണ്? വിത്ത് വളരാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് വേണ്ടത്? സോയിൽ വേണ്ടേ? മണ്ണ് വേണ്ടേ? മണ്ണുണ്ടെങ്കിൽ അല്ലേ വളരത്തുള്ളൂ. അപ്പൊ മണ്ണ് വേണം. ആൻഡ് സൺലൈറ്റും എന്താണ്? വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വിത്ത് വളരാൻ വേണ്ടിയിട്ട് അല്ലെ. വിത്ത് വളരണം എന്നുണ്ടെങ്കിൽ, ഒരു പ്ലാന്റ് ആകണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് എന്ത് വേണം? ഈ രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതുപോലെ വിത്ത് മുളയ്ക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ് ചോദിച്ചാലോ? നമ്മളൊന്ന് വിത്ത് വളരാനായിരുന്നു ചോദിച്ചത്. ഇത് മുളയ്ക്കാൻ വേണ്ടിയിട്ട്. മുളയ്ക്കാൻ നമുക്ക് എന്ത് ആവശ്യമില്ല? നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിൽ സോയിലൊന്നും ആവശ്യമില്ല. എയർ, വാട്ടർ, ഫേവറബിൾ ടെമ്പറേച്ചർ, അനുകൂല താപനില, വെള്ളം, അതുപോലെ വായു, ഈ കാര്യങ്ങൾ മാത്രമേ വിത്ത് മുളയ്ക്കാൻ വേണ്ടി വേണ്ടൂ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ചെറുതായിട്ട് എന്താ പറയാ, ഈ കടലൊക്കെ ഉണ്ടാക്കില്ലേ? കടലൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേനാളെ വെള്ളത്തിൽ കൊണ്ട് ഇടാനുള്ള റീസൺ എന്താണ്? അത് ചില സമയത്ത് അത് മുളച്ച് വരുന്ന കണ്ടിട്ടില്ലേ? ഈ കടലയും ചെറുപയറൊക്കെ വെള്ളത്തില്. കാരണം അതെന്താന്ന് പറയുന്നത്, അതിന് മണ്ണൊന്നും ആവശ്യമില്ല വിത്ത് മുളയ്ക്കാൻ വേണ്ടിയിട്ടല്ലേ. കാരണം ആ വെള്ളത്തിൽ കിടന്ന് തന്നെ അത് രാത്രി അങ്ങ് മുളച്ച് വരുന്ന നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നമുക്ക് മുളച്ച കറിയൊക്കെ നമ്മുടെ അമ്മമാര് ഉണ്ടാക്കി തരിക അല്ലേ. അപ്പൊ അത് നമുക്ക് എന്ത് മനസ്സിലായി? മണ്ണ് അത്ര എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യമില്ല എന്ന് മനസ്സിലായി. അപ്പൊ ക്ലിയർ അല്ലേടെ മക്കളെ? അപ്പൊ ഇത്രയധികം ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കുറഞ്ഞൊരു സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തല്ലേ. അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് ഇനിയും മിസ് വരും. സോ നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എക്സാം ടൈമാണ്. നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കുക. സോ അടുത്ത വീഡിയോ കാണാം. അതുവരെയും ബൈ, സീ യു.